ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി ഒരു ദിനം ഒരു ശ്ലോകം എന്ന രീതിയിൽ നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 148 ദിവസം. ശ്രീമന്നാരായണീയം 14 ദശകത്തിൽ കപിലാവതാരം എന്ന പേരോടുകൂടിയിട്ടുള്ള ദശകത്തിൽ 10 ശ്ലോകമാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. ഈ ദശകത്തെ അന്വർത്ഥമാക്കുന്ന പേരുപോലെ ഭഗവാന്റെ കപിലാവതാര രംഗം വർണ്ണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ 9 ശ്ലോകം സമർപ്പിച്ചത്. ഇന്ന് 10 ശ്ലോകം. അവിടെ ആദ്യം ശ്ലോകം, പിന്നീട് അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം, തുടർന്ന് ശ്രീഹരിയം ഭാഷാഗാനം അല്ലെങ്കിൽ ഒരു നിഴൽ നാരായണീയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുന്നു. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മതസർവസ്വമുപാദിശൻ ജനന്യൈ കപിലാത്മക വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഘാൽ. ഹേ കപിലാത്മക വായുമന്ദിരേശ പ്രസന്നേ കർദ്ദമേ വനം ഏയുഷി ജനന്യൈ മതസർവസ്വം ഉപാദിശൻ ത്വം മാം ത്വരിതം
ഗദൗഘാൽ പരിപാഹി. ഹേ കപിലാത്മക, കപിലമൂർത്തിയായി അവതരിച്ച വായുമന്ദിരേശ, പവനപുരേശ, ഗുരുവായൂരപ്പ, പ്രസന്നേ കർദ്ദമേ വനം ഏയുഷി, പ്രസന്നനായി കൃതകൃത്യനായി താൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന കൃതാർത്ഥതയോടുകൂടി കർദ്ദമേ വനം ഏയുഷി, കർദ്ദമൻ വനത്തിലേക്ക് തപസ്സിനായി പോയപ്പോ ജനന്യൈ മതസർവസ്വം ഉപാദിശൻത്വം, അമ്മ ആ ദേവഹൂതിക്ക് മതസിദ്ധാന്തങ്ങളുടെ എല്ലാം സാരാംശം, മതസർവസ്വം ഉപാദിശൻ, അതിൻ്റെ സാരത്തെ, അതിൻ്റെ കാമ്പിനെ വേണ്ടതുപോലെ ആ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന ത്വം, അല്ലയോ ഗുരുവായൂരപ്പ, മാം ത്വരിതം ഗദൗഘാൽ പരിപാഹി, എന്നെ വളരെ വേഗത്തിൽ എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ആ മോചനം നൽകി, അതിൽ നിന്നൊക്കെ രോഗങ്ങൾ മാറ്റി എന്നെ രക്ഷിക്കണേ, പരിപാഹി മാം, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മതസർവസ്വം അല്ലേ, കപിലോപദിഷ്ടമായിരിക്കുന്ന ഈ തത്വോപദേശം എല്ലാ തരത്തിലുള്ള മതത്തിൽപ്പെട്ട ആളുകൾക്കും യോജിച്ചതാണ്, അവർക്കൊക്കെ അവലംബമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് 148 ദിവസത്തെ ഈ നാരായണീയ മധുരം നാരായണ പാദങ്ങളിൽ, രണ്ടായാലും നാരായണൻ അല്ലേ, മേൽപ്പുത്തരാണെങ്കിലും മേഘശ്യാമളവർണ്ണനായ ഭഗവാനാണെങ്കിലും നാരായണനാണ്. ആ നാരായണ പാദങ്ങളിൽ ശ്രീഹരിയ ഭാഷാഗാന ആലാപനത്തോടുകൂടി സമർപ്പിക്കണം. നാരായണ 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 കപിലമൂർത്തേ, കപിലമൂർത്തിയാകുന്ന ഗുരുവായൂരപ്പാദേവ, കർദ്ദമനോ കാട്ടിലേക്കു നടന്നു നീങ്ങി, അമ്മയ്ക്കു ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്ന പ്രഭോ, അടിയന്റെ രോഗങ്ങളെ തീർത്തു തരണേ. നാരായണ 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 കപിലമൂർത്തേ, നാരായണ നാരായണ പാവനകീർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ.